ന്യൂസ് പ്ലസ് സംവാദങ്ങളിലേക്ക് കടക്കുകയാണ്. പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ പാക് പങ്ക് പകൽ പോലെ വെളിപ്പെടുകയാണ്. ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് അതിശക്തമായ തിരിച്ചടി പാകിസ്ഥാനെതിരെയും ലഷ്കർ ഭീകരവാദികൾക്ക് നേരെയും ഇപ്പോൾ തന്നെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ പഹൽഗാമിൽ പൊലിഞ്ഞുപോയ 26 പേരുടെ ജീവൻ നമ്മളെ കുറച്ചുകൂടി ജാഗ്രത ഉള്ളവരായി തുടരാൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പഹൽഗാമിലെ ഭീകരാക്രമണത്തിലേക്ക് വഴിവെച്ചത് ആഭ്യന്തര പ്രതിരോധ സംവിധാനങ്ങളിലെ പിഴവല്ലേ? പഹൽഗാമിൽ സംഭവിച്ചത് വൻ സുരക്ഷാ വീഴ്ചയല്ലേ എന്ന് ചോദിക്കുകയാണ് ന്യൂസ് പ്ലസ്. നമുക്കൊപ്പം ഇപ്പോൾ ശങ്കു ടി ദാസ് ആണ് BJP പ്രതിനിധിയായി ചർച്ചയ്ക്ക് എത്തിയിരിക്കുന്നത്. സ്വാഗതം ശങ്കു ടി ദാസ്. ഇത് തന്നെയാണ് ചോദിക്കാനുള്ളത്. 26 നിരപരാധികളുടെ ജീവനാണ് പൊലിഞ്ഞത്. മുമ്പൊന്നും ഇല്ലാത്ത വിധത്തിൽ ഭീകരവാദികൾ എത്തി മതം നോക്കി തിരഞ്ഞുപിടിച്ച് ആളുകളെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു. ഇതിനകത്ത് ആഭ്യന്തര പ്രതിരോധ മന്ത്രാലയങ്ങളുടെ വീഴ്ച ചൂണ്ടിക്കാട്ടാവുന്നതല്ലേ? നോക്കൂ, പഹൽഗാമിൽ സംഭവിച്ചത് ഈ രാജ്യത്തെ മുഴുവൻ ദുഃഖത്തിലാക്കിയിട്ടുള്ള ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു സംഭവമാണ്. ഈ സമയത്ത് രാഷ്ട്രീയമായിട്ടുള്ള ചേരിതിരിവുകൾക്കോ സർക്കാരിനെ വിമർശിക്കുന്നതിനോ പഴിചാരുന്നതിനോ പ്രസക്തിയില്ല. ഈ രാജ്യം ഒറ്റക്കെട്ടായി എല്ലാവരും ഒന്നിച്ച് ഈ കുറ്റകൃത്യത്തിന് പിന്നിൽ പങ്കെടുത്തവരാരായാലും അവരെ ലോകത്തിന് മുമ്പിൽ തുറന്നു കാണിക്കുകയും അവരെ ഉചിതമായിട്ടുള്ള ശിക്ഷയ്ക്ക് വിധേയരാക്കുകയും ചെയ്യണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കേണ്ട സമയമാണിത്. ആ സമയത്ത് ഇത്തരത്തിൽ സർക്കാർ വിരുദ്ധ വിമർശനത്തിനുള്ള അവസരമായി ഇതിനെ ചിലരെങ്കിലും ഉപയോഗിക്കുന്നു എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഃഖകരമായിട്ടൊരു കാര്യമായിട്ടാണ് തോന്നുന്നത്. എന്തടിസ്ഥാനത്തിലാണ് നമ്മളിവിടെ ഇപ്പോൾ ഈ ഘട്ടത്തിൽ തന്നെ ഇവിടെ ഒരു ആഭ്യന്തര സുരക്ഷാ വീഴ്ചയുണ്ടായി എന്ന് ആരോപിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അതുമായി ബന്ധപ്പെട്ട് സർവകക്ഷി യോഗത്തിൽ അതുമായി ബന്ധപ്പെട്ടൊരു വിശദീകരണം ഉണ്ടായിട്ടുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു NIA ഇൻവെസ്റ്റിഗേഷൻ ഈ കാര്യത്തിൽ ഉത്തരവിട്ടിട്ടുണ്ട്. ആ NIA ഇൻവെസ്റ്റിഗേഷൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ എന്തെങ്കിലും സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആരാണ് അതിന് ഉത്തരവാദി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം പുറത്തു വരേണ്ടത്. ആ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ ആർക്കെങ്കിലും നേരെ പഴി ചാരാനും അതിന് ഉത്തരവാദിത്തപ്പെട്ടിട്ടുള്ള ആളുകളെ ന്യായമായിട്ടുള്ള ശിക്ഷാമാർഗ്ഗങ്ങൾക്ക് വിധേയരാക്കാനും. ഈ സമയത്ത് നമ്മൾ അങ്ങനെ പഴി ചാരാനോ പഴി പറയാനോ കുറ്റപ്പെടുത്താനുള്ളൊരു അവസരമല്ല. അത് വളരെ മുൻകൂട്ടിയിട്ടുള്ളൊരു ചർച്ചയായിട്ടാണ് എനിക്ക് ഈ കാര്യത്തിൽ തോന്നുന്നത്. രാജ്യത്ത് ഒരു അസാധാരണമായ നിലയിലാണ് ഒരു ഭീകരാക്രമണം ഉണ്ടായിരിക്കുന്നത്. അതും സിവിലിയൻസിന് നേരെ ഉണ്ടായിരിക്കുന്നു. പട്ടാളക്കാർക്കെതിരെ അല്ല ഉണ്ടായിരിക്കുന്നത്, സിവിലിയൻസിന് നേരെ, ടൂറിസ്റ്റുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. അതങ്ങ് കശ്മീർ മുതൽ കേരളം വരെയുള്ളവർ അതിന് ഇരകളായിട്ടുണ്ട്. അപ്പോൾ ആ ചോദ്യം, അത് രാഷ്ട്രീയം മാത്രമാണ് അതിൻ്റെ ഉന്നം എന്ന് കരുതുന്നത് എന്തിനാണ് എന്ന് മനസ്സിലാകുന്നില്ല. കാരണം ഒരു സംഭവം നടന്നാൽ നമ്മൾ അതിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് പാളിച്ചയുണ്ടായി എന്നൊക്കെ ചോദിക്കുന്നത് വളരെ സ്വാഭാവികമല്ലേ? തീർച്ചയായും അതിന്റെ ഉത്തരവാദികളെ കണ്ടെത്തണം. അതിൽ ആക്രമണകാരികളെ തിരഞ്ഞു കണ്ടുപിടിച്ച് അവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണം എന്ന കാര്യത്തിലൊന്നും ഒരു സംശയവുമില്ല ആർക്കും. പക്ഷേ ആ ചോദ്യം എന്തുകൊണ്ട് അത് രാഷ്ട്രീയമാണ് എന്ന് പറഞ്ഞൊഴിയുന്നു? നോക്കൂ, നിങ്ങൾ കശ്മീരിൻ്റെ സവിശേഷമായിട്ടുള്ളൊരു സാഹചര്യം പരിശോധിക്കണം. 1989-90 കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള ഇൻസർജൻസിക്ക് ശേഷം നിരന്തരമായിട്ട് കാലുഷ്യത്തിലായിരുന്ന, കലാപങ്ങളാൽ ബാധിതമായിരുന്ന, ഭീകരാക്രമണങ്ങളാൽ നിരന്തരമായി നടന്നിരുന്നൊരു സ്ഥലമാണ് കശ്മീർ എന്ന് പറയുന്നത്. കശ്മീരിൽ 2019 കശ്മീരിൻ്റെ സ്പെഷ്യൽ സ്റ്റാറ്റസ് എടുത്തു കളഞ്ഞുകൊണ്ടുള്ള തീരുമാനം ഉണ്ടാകുന്നത്. ആർട്ടിക്കിൾ 370 പിൻവലിച്ചുകൊണ്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നടപടി ഉണ്ടാകുന്നത്. അതിനെ തുടർന്ന് കഴിഞ്ഞ 5 വർഷമായിട്ട് കശ്മീർ രാഷ്ട്രപതി ഭരണത്തിന് കീഴിലായിരുന്നു. ഈ കശ്മീരിൻ്റെ സ്പെഷ്യൽ സ്റ്റാറ്റസ് പിൻവലിച്ച നടപടി സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ ഡിസംബർ 11, 2023 സുപ്രീം കോടതി ആ കേസിൽ വിധി പറഞ്ഞുകൊണ്ട് ആർട്ടിക്കിൾ 370 പിൻവലിച്ച നടപടി ശരിവെച്ചുകൊണ്ട് സുപ്രീം കോടതി പറഞ്ഞു, കശ്മീരിൻ്റെ കംപ്ലീറ്റ് സ്റ്റേറ്റ്ഹുഡ് അടിയന്തരമായിട്ട് പുനഃസ്ഥാപിക്കണം, അവിടെ ജനാധിപത്യ അവകാശങ്ങൾ മടക്കി കൊണ്ടുവരണം. അതിൻ്റെ ഭാഗമായിട്ട് കശ്മീരിൽ 1 വർഷത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടത്തിയിട്ട് പുതിയ പ്രാദേശിക സർക്കാരിന് ഭരണമേൽക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞു. അന്ന് ആ വിധിക്കെതിരെ കേന്ദ്ര സർക്കാർ അപ്പീൽ പോയിരുന്നു. കാരണം സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ള ഡെഡ് ലൈൻ എന്ന് പറയുന്നത് 2024 സെപ്റ്റംബർ 30 ആയിരുന്നു. 2024 സെപ്റ്റംബർ 30 മുന്നോടിയായിട്ട് അവിടുത്തെ സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കില്ല. വാലിയെ മുഴുവൻ സാനിറ്റൈസ് ചെയ്യാൻ സാധിക്കില്ല. അവിടെ ഇപ്പോഴും തീവ്രവാദ ബന്ധമുള്ള, തീവ്രവാദ ആശയങ്ങളാൽ പ്രചോദിതരായിട്ടുള്ള ആളുകളുടെ സാന്നിധ്യം ഉണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം ആവശ്യമാണെന്ന് സുരക്ഷാ ഏജൻസികൾ എല്ലാവരും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഈ അപ്പീൽ സുപ്രീം കോടതി പരിഗണിച്ചില്ല, അത് അംഗീകരിച്ചില്ല. എന്ത് വന്നാലും സെപ്റ്റംബർ 30 മുമ്പ് തന്നെ തെരഞ്ഞെടുപ്പ് നടത്തണം എന്നുള്ള തീരുമാനം സുപ്രീം കോടതി ആവർത്തിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 2024
2024 സെപ്റ്റംബർ 30 മുമ്പായിട്ട് തെരഞ്ഞെടുപ്പ് നടത്തി ഒമർ അബ്ദുള്ളയുടെ നേതൃത്വത്തിലുള്ള പുതിയ പ്രാദേശിക ഭരണകൂടം അവിടെ അധികാരത്തിലേറ്റു. അതോടുകൂടി രാഷ്ട്രപതി ഭരണത്തിന് കീഴിലുണ്ടായിരുന്ന സമ്പൂർണ്ണമായിട്ടുള്ള കേന്ദ്രത്തിൻ്റെ സുരക്ഷാ സംവിധാനം അവിടെ ഇല്ലാണ്ടായി. പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് നിങ്ങൾക്കറിയാം, ലോ ആൻഡ് ഓർഡർ എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് സബ്ജക്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അവിടെ ഒരു സുരക്ഷാ കാര്യങ്ങളിൽ 2 അതോറിറ്റികൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. കേന്ദ്ര സർക്കാർ ഒരു അതോറിറ്റി ആയിട്ട് വരികയാണ്, സ്റ്റേറ്റ് ഗവൺമെൻറ് മറ്റൊരു അതോറിറ്റി ആയിട്ട് വരികയാണ്. ഇവിടെ പഹൽഗാം എന്ന് പറയുന്ന പ്രദേശം എവിടെയാണ് നിൽക്കുന്നത് നോക്കണം. ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടാണെന്ന് പറയുമ്പോൾ പോലും ഈ സമയത്ത് സാധാരണ ഇവിടെ ടൂറിസം അനുവദിക്കാറില്ല. സാധാരണ അമർനാഥ് യാത്രയ്ക്ക് ശേഷം മാത്രമേ പഹൽഗാം ടൂറിസ്റ്റുകൾക്ക് വേണ്ടി തുറന്നു കൊടുക്കാറുള്ളൂ. അതായത് ജൂൺ മാസത്തിൽ മാത്രമേ പഹൽഗാം ടൂറിസ്റ്റുകൾക്ക് വേണ്ടി തുറന്നു കൊടുക്കാറുള്ളൂ. എന്നാൽ ഇത്തവണ ഏപ്രിൽ 20 തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ മുൻകൂർ അനുമതിയില്ലാതെയും കേന്ദ്ര സേനാ വിഭാഗങ്ങളെ അറിയിക്കാതെയും, ഇത് IB ഒഫീഷ്യൽസ് ഓൾ പാർട്ടി മീറ്റിംഗിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതിനെ തുടർന്ന് രാജ്യസഭയിലുള്ള മുസ്ലിം ലീഗിൻ്റെ MP ആയിട്ടുള്ള ഹാരിസ് ബീരാൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ തുറന്നു പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞാൻ ഉന്നയിക്കുന്ന രാഷ്ട്രീയവാദം അല്ല ഇത് എന്ന് മനസ്സിലാക്കണം. അതായത് കേന്ദ്ര സർക്കാരിനെ മുൻകൂട്ടി അറിയിക്കാതെയും കേന്ദ്ര സുരക്ഷാ സേനാ വിഭാഗങ്ങളുടെ മുൻകൂർ അനുമതിയില്ലാതെയും പ്രാദേശിക ഗവൺമെന്റിന്റെ തീരുമാനപ്രകാരം ഏപ്രിൽ 20 തന്നെ ഈ വിനോദസഞ്ചാരികൾക്കായി തുറന്നു കൊടുക്കാൻ തീരുമാനിച്ചു. ഏപ്രിൽ 22 അവിടെ ആക്രമണം ഉണ്ടായത്. ഈ പഹൽഗാം എന്ന് പറയുന്ന ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. അവിടെ ഈ പറയുന്ന പോലത്തെ സേനാ വിന്യാസം വളരെ എളുപ്പത്തിൽ സാധിക്കുന്ന ഒരു സ്ഥലമല്ല. അവിടുത്തെ ഒരു ടോപ്പോഗ്രഫി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അനന്തനാഗിൽ നിന്ന് 7 കിലോമീറ്റർ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ പഹൽഗാം എന്ന് പറയുന്ന ബൈസറൻ വാലി എന്ന് പറയുന്ന പ്രദേശം ആ പീർപ്പഞ്ചൽ റേഞ്ചിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഏതാണ്ട് 2 മണിക്കൂർ മുതൽ 2.5 മണിക്കൂർ വരെ കാൽനടയായിട്ടോ കുതിരപ്പുറത്തോ മാത്രമേ അങ്ങോട്ട് പോകാൻ സാധിക്കുള്ളൂ. മറ്റു വാഹനങ്ങളോ കാറുകളോ ഒന്നും അങ്ങോട്ട് പോകാൻ സാധിക്കില്ല. ഒരു സ്പെസിഫിക് ഇന്റലിജൻസ് ഇൻപുട്ട് ഇല്ലാതെ വലിയ അളവിൽ സേനാ വിന്യാസം അവിടെ സാധ്യമല്ല. എങ്കിൽ പോലും സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയർ പ്രകാരമുള്ള കശ്മീരിലെ എല്ലാ ഭാഗങ്ങളിലുള്ള ഒരു സൈനിക സംവിധാനം, ഒരു ട്രൈഗ്രിഡ് സേനാ സംവിധാനം എന്നാണ് അവിടെ പറയുക. ഒരു 3 തലത്തിൽ, ത്രിതല തലത്തിലാണ് അവിടെ സേനാ വിന്യാസം ഉണ്ടാക്കാറുള്ളത്. ഇന്നർ കോറിൽ JNK പോലീസിന്റെ നേതൃത്വത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളാണ് ഉണ്ടാവുക. മിഡിൽ കോർ എന്ന് പറയുന്നത് CRPFന്റെ നേതൃത്വത്തിലുള്ള CRPSന്റെ 115 കമ്പനിയുടെ നേതൃത്വത്തിലുള്ള സേനാ വിന്യാസം ഉണ്ടായിരുന്നു. ഔട്ടർ പെരിമീറ്റർ എന്ന് പറയുന്നത് ഇന്ത്യൻ മിലിറ്ററിയുടെ നേതൃത്വത്തിൽ ആസാം റൈഫിൾസിലെ 3rd ബറ്റാലിയന്റെ നേതൃത്വത്തിലുള്ള സേനാ വിന്യാസം. ഇത് കശ്മീരിലെ എല്ലാ മേഖലകൾക്കും പൊതുവായിട്ട് ഉണ്ടാവുന്നതാണ്. ആ നിലയിലുള്ള സുരക്ഷാ ക്രമീകരണം ഒരു കാര്യം ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുന്നു ശങ്കുട്ടി ദാസ്. താങ്കൾ പറഞ്ഞ ഈ ഏപ്രിൽ 20 ബൈസറൻ വാലിയിലേക്ക് തീർത്ഥാടകരെ വിനോദസഞ്ചാരികളെ കയറ്റിവിട്ടത്. കാരണം ഈ ഏപ്രിൽ 20 മുമ്പ് അവിടെ പോയ ആളാണ് ഞാൻ. അവിടെ നേരിട്ട് കണ്ടതാണ്. ഞാൻ നേരിട്ട് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ പറയാം ശങ്കു. അവിടെ നമ്മൾ ഏതെങ്കിലും ഒരു ടൂറിസ്റ്റ് സ്പോട്ടിൽ പോയാൽ അവിടെ ഒരു ലൈഫ് ഗാർഡിനെങ്കിലും കാണാൻ പറ്റും. അവിടെ അങ്ങനെ പോലുമില്ല. ഒരു പോലീസ് സാന്നിധ്യമോ പട്ടാള സാന്നിധ്യമോ എന്തെങ്കിലും തരത്തിലുള്ള ഒരു സെക്യൂരിറ്റി പോലും അവിടെ ഇല്ല. ഒരു സെക്യൂരിറ്റി ഓഫീസറെ പോലും നമുക്ക് അവിടെ കാണാൻ കഴിയില്ല. അവിടെ ആകെയുള്ളത് കുതിരകൾ, കുതിരക്കാർ, വിനോദസഞ്ചാരികൾ മാത്രമാണ്. ആയിരക്കണക്കിന് പേർ ദിനംപ്രതി എത്തുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. അപ്പോൾ ഇത് സംസ്ഥാന സർക്കാർ തുറന്നു കൊടുത്തതാണ്, ഞങ്ങൾ ഇതൊന്നും അറിയില്ല എന്ന് ഒരു IB പറഞ്ഞാൽ പിന്നെ എന്തിനാണ് IB? അല്ല, നോക്കൂ, ഇവിടെ ഇത്തരം കാര്യങ്ങളിൽ ഒരു പ്രോട്ടോകോൾ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. ഈ രാജ്യത്തെ ഒരു ഭരണഘടനയ്ക്ക് അടിസ്ഥാനത്തിൽ ഒരു സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോരുത്തർക്കും അധികാരമായിട്ടുള്ള പരിധികളൊക്കെ ഉണ്ട്. അവിടെ കേന്ദ്ര സർക്കാർ തന്നെ സമ്പൂർണ്ണമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണമെങ്കിൽ എന്തിനാണ് തെരഞ്ഞെടുപ്പ് നടത്തിയിട്ട് പ്രാദേശിക ഭരണകൂടത്തെ ഒരു കൊല്ലത്തിനുള്ളിൽ തന്നെ അധികാരത്തിൽ ഏൽപ്പിക്കണം എന്ന് നിർബന്ധം? സംസ്ഥാന സർക്കാരിന്റെ തലക്കിട്ടൊഴിയാൻ പറ്റുമോ? ഇത് തലക്കിട്ടൊഴിയല്ല. 2008 മുംബൈ ഭീകരാക്രമണം നടന്നപ്പോൾ BJP എന്താണ് ചെയ്തത്? ശിവരാജ് പാട്ടീലിന്റെ രാജി ആവശ്യപ്പെട്ടില്ലേ? അത് കഴിഞ്ഞ് 26 ആക്രമണം ഉണ്ടാകുന്നു. 2008 നവംബർ 26 30 രാജി ഉണ്ടായില്ലേ ശിവരാജ് പാട്ടീലിന്റെ? അപ്പോൾ BJP ഇങ്ങനെയൊന്നും ആവശ്യപ്പെടാത്ത ആളുകളല്ലല്ലോ, കക്ഷികളല്ലല്ലോ. നോക്കൂ ശ്രീമതി ലക്ഷ്മി പത്മ, മുംബൈയിൽ ഭീകരാക്രമണം ഉണ്ടാവുന്നതും കശ്മീരിൽ ഭീകരവാദി ആക്രമണം ഉണ്ടാവുന്നതും തമ്മിൽ നിങ്ങൾക്ക് താരതമ്യം ചെയ്യാൻ കഴിയില്ല. 2 പ്രദേശങ്ങളും ഒരേ സ്വഭാവമോ ഒരേ ചരിത്രമോ ഒരേ നിലയിലുള്ള ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലമോ ഉള്ള സ്ഥലങ്ങളല്ല. കശ്മീർ എന്ന് പറയുന്ന 1989 മുതൽ 30 വർഷത്തോളം തുടർച്ചയായിട്ട് അശാന്തമായിരുന്നൊരു താഴ്വരയാണ്. കശ്മീരിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടിട്ട് 5 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. ഈ 5 വർഷത്തെ സമാധാനം ഉണ്ടായത് എങ്ങനെയാണ്? അത് രാഷ്ട്രപതി ഭരണത്തിന് കീഴിൽ സമ്പൂർണ്ണമായിട്ടുള്ള കേന്ദ്രത്തിന്റെ ഭരണത്തിന് കീഴിലായിരുന്ന സമയത്താണ് കശ്മീരിൽ
കാശ്മീരിൽ ഈ പറയുന്ന പോലെ തീവ്രവാദം അമർച്ച ചെയ്യപ്പെട്ടതും അവിടെ വിനോദസഞ്ചാരികൾ വന്നു തുടങ്ങിയതും. ഇപ്പം കഴിഞ്ഞ വർഷം 2024 2.35 കോടി ഈ വിനോദസഞ്ചാരികൾ കാശ്മീരിൽ വന്നു. 8,000 കോടി രൂപയുടെ റവന്യൂ ജനറേറ്റ് ചെയ്യപ്പെട്ടു. എന്നാൽ 2014 സ്ഥിതി എന്തായിരുന്നു? അതല്ലെങ്കിൽ 2004 സ്ഥിതി എന്തായിരുന്നു? ഇതല്ല മുംബൈയുടെ സ്ഥിതി. മുംബൈ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ വാണിജ്യ തലസ്ഥാനമാണ്. ഇന്ത്യയുടെ ട്രേഡ് ക്യാപിറ്റലായി നിൽക്കുന്ന സ്ഥലത്ത് സിറ്റിയുടെ ഹാർട്ടിൽ തന്നെയുള്ള താജ് എന്ന് പറയുന്ന ഒരു 5 സ്റ്റാർ ഹോട്ടലിലേക്കാണ് പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരവാദികൾ ഇന്ത്യയുടെ ഒത്ത മധ്യത്തിലേക്ക് വന്ന് ആ ഹോട്ടൽ മുഴുവൻ കശ്മീർ ആയതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് വിനോദസഞ്ചാരികൾ ഒഴുകിയെത്തുന്നു എന്നറിഞ്ഞിട്ടും അവിടെ സുരക്ഷ ഏർപ്പെടുത്താതിരുന്ന കൈകെട്ടി നോക്കിയിരുന്നത് എന്തിനാണ് എന്നേ ചോദിക്കാനുള്ളൂ. ഇത്രയധികം ആളുകൾ അവിടേക്ക് എത്തുന്നു. മാത്രമല്ല സാഹചര്യം പരിശോധിക്കണം. JD വാൻസ് ഇന്ത്യ സന്ദർശിക്കുന്ന സമയമാണ്. തഹാവൂർ റാണയെ ഇന്ത്യയിലേക്ക് എത്തിച്ച സമയമാണ്. എന്തായാലും ഒരു സുരക്ഷാ ഭീഷണി അവിടെ എന്തുകൊണ്ട് സെൻസ് ചെയ്യപ്പെടാതെ പോയി എന്നുള്ളതാണ്. ഈ ടൂറിസ്റ്റുകൾ അറ്റാക്ക് ചെയ്യപ്പെടും എന്നുള്ള കാര്യം എന്തുകൊണ്ട് ആന്റിസിപ്പേറ്റ് ചെയ്തില്ല എന്നുള്ളതാണ് ചോദിക്കാനുള്ളത്. കാരണം അമർനാഥ് തീർത്ഥാടകർക്ക് നേരെയൊക്കെ ആക്രമണമുണ്ടായ പശ്ചാത്തലം നമുക്ക് മുന്നിലുണ്ട്. നോക്കൂ, കശ്മീരിൽ ഏത് പ്രദേശത്തും സംഭവിക്കാവുന്നതാണ് ഈ ആക്രമണം. അത് പഹൽഗാമിലായി പോയി, അത് വേണമെങ്കിൽ മറ്റേതെങ്കിലും പ്രദേശത്ത് നടക്കായിരുന്നു. ഇത് വേണമെങ്കിൽ ദാൽ തടാകത്തിന് സമീപത്ത് വെച്ച് നടക്കായിരുന്നു. അതല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ശ്രീനഗറിലോ അനന്ത്നാഗിലോ വെച്ച് നടക്കാമായിരുന്നു. ഇത് ഓരോ സ്ഥലത്തും ഇവിടെ ആക്രമണം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അവിടെ മുഴുവൻ സൈനിക വിന്യാസം സാധ്യമല്ല. അതല്ലെങ്കിൽ അതിനുവേണ്ടി കൃത്യമായിട്ട് സ്പെസിഫിക് ആയിട്ട് ഇന്റലിജൻസ് ഇൻപുട്ട് ഉണ്ടെങ്കിൽ അത് സാധിക്കുള്ളൂ. അവിടെ ചെയ്യാൻ കഴിയുന്ന ഒരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ അനുസരിച്ചിട്ടുള്ള സൈനിക വിന്യാസം ഒരുക്കുക എന്നുള്ളതാണ്. അതവിടെ നടന്നിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഇൻട്രസ്റ്റും സെൻട്രൽ ഗവൺമെന്റിന്റെ ഇൻട്രസ്റ്റും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മളത് ആദ്യം മനസ്സിലാക്കണം. അതായത് ഡിഫൻസിന്റെ എപ്പോഴും താല്പര്യം ഒരു പ്രദേശത്ത് പരമാവധി സൈനിക വിന്യാസം ഉണ്ടാവണം എന്നുള്ളതാണ്. എന്നാൽ സ്റ്റേറ്റ് ഗവൺമെന്റ് താല്പര്യം എന്താണ്? അവിടെ പരമാവധി സേനാ വിന്യാസം കുറയ്ക്കണം എന്നുള്ളതാണ്. കാരണം അവരുടെ റവന്യൂ എന്ന് പറയുന്നത് ടൂറിസത്തിലൂടെയാണ്. ടൂറിസം ഉണ്ടാവണമെങ്കിൽ ആളുകൾക്ക് പരിഭ്രാന്തി ഇല്ലാതെ ഭീതി ഇല്ലാതെ വരാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവണം. അവിടെ ഒരു പ്രദേശത്ത് മുഴുവൻ സൈനികർ തമ്പടിച്ചിരിക്കുകയാണ്, അവിടെ ഒരു ഭീകരാക്രമണത്തിന്റെ സാധ്യതയുണ്ടെന്നൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള പ്രദേശങ്ങളിലേക്ക് പോവാൻ ഈ പറയുന്ന വിനോദസഞ്ചാരികൾ മടിക്കും. അതുകൊണ്ട് സേനയുടെ വിന്യാസം പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണ് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും അതേപോലെ തന്നെ അവിടുത്തെ ലോക്കൽ അതോറിറ്റികളുടെയും താല്പര്യം. ഈ താല്പര്യങ്ങളെ തമ്മിലൊന്ന് കോംപ്രമൈസ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്തമാണ് കേന്ദ്ര സർക്കാരിനുള്ളത്. ഒരേ സമയം പ്രതിരോധ വിഭാഗത്തിന്റെ ഭാഗത്തുനിന്നുള്ള കൂടുതൽ സൈനാവിന്യാസം വേണമെന്നുള്ള ആവശ്യത്തിനെയും പരിഗണിക്കണം. അതേ സമയത്ത് സൈന്യത്തിന്റെ ബാഹുല്യം കുറയ്ക്കണം. നിങ്ങൾ കുറച്ചു കാലം മുമ്പ് വരെ നമ്മൾ ചർച്ച ചെയ്തിരുന്നത് എന്താ? കശ്മീരിലെ സൈനികരുടെ അതിബാഹുല്യമാണ്. സൈന്യം നിന്ന് 7 കിലോമീറ്ററോളം ദുർഘടമായ പാത താണ്ടി അത് കുതിരപ്പുറത്ത് മാത്രം പോകാൻ കഴിയുന്ന ഒരിടമാണ്. അവിടേക്ക് ഇത്രയധികം ആളുകൾ എത്തുന്നു. അവിടെ ഒരു സുരക്ഷ വേണം എന്ന് തോന്നിയില്ലല്ലോ എന്നുള്ളതേ പറയാനുള്ളൂ. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കേരളത്തിൽ പോലും ഉള്ള സ്ഥലങ്ങളിൽ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒരു പോലീസിനെങ്കിലും നമുക്ക് കാണാൻ പറ്റും. അവിടെ ഒരു സെക്യൂരിറ്റി ഓഫീസറെങ്കിലും കാണും, ഒരു ലൈഫ് ഗാർഡെങ്കിലും കാണും. അത്രേ ചോദിച്ചോളൂ. അവിടെ തോക്കേന്തിയ ഒരു പട്ടാളക്കാരനുണ്ടായിരുന്നെങ്കിൽ, ഒരു പോലീസ് ഉണ്ടായിരുന്നെങ്കിൽ, ഒരു തീവ്രവാദിയെങ്കിലും വെടിവെച്ച് വീഴ്ത്താൻ പറ്റുമായിരുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ്. ശംഖു, അത് തെറ്റാണ്. നിങ്ങൾ ആ പറയുന്നത് തെറ്റാണ്. അവിടെ ഒരു പോലീസുകാരൻ പോലും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നത് ശരിയല്ല. അവിടെ പോലീസുകാരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഈ പറയുന്ന റെസ്ക്യൂ ചെയ്യപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അവിടുത്തെ ഇരകളായിട്ട് മോചിതരായിട്ടുള്ള ആളുകൾ തന്നെ ഓടിച്ചെന്ന് പോലീസുകാരോട് സംസാരിച്ചതിൻ്റെയും സുരക്ഷാ സൈനികരെ അവരെ രക്ഷപ്പെടുത്തിയതിൻ്റെയും അനുഭവങ്ങളൊക്കെ പങ്കുവച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ ഇത് പഹൽഗാമിൽ പോലെ തന്നെ മറ്റെവിടെയും സംഭവിക്കാവുന്നൊരു സംഭവമാണ്. ഏത് സ്ഥലത്തും ഇത്തരത്തിൽ ആക്രമണം ഉണ്ടാവുന്നതുകൊണ്ട് എല്ലാ സ്ഥലത്തും നമുക്ക് ആയിരക്കണക്കിന് സൈനികരെ വിന്യസിക്കൽ സാധ്യമല്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയറാണ് അവിടെ നടപ്പാക്കുന്നത്. നമ്മൾ ഒരു സ്ഥലത്ത് ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തുകൊണ്ട് അവിടെ നിങ്ങൾ സൈന്യത്തെ വിന്യസിച്ചില്ല എന്ന് ചോദിക്കാം നമുക്ക് വേണമെങ്കിൽ. പക്ഷെ ആക്രമണം മറ്റൊരു സ്ഥലത്തും ഇതേപോലെ സംഭവിക്കാമായിരുന്നു. ഇത് തീവ്രവാദികളുടെ ചൂസിംഗ് ആണ്. ഈ പ്ലേസും ടൈമും തീവ്രവാദികളുടെ ചൂസിംഗ് ആണ്, നമ്മുടെ ചൂസിംഗ് അല്ല. ഈ തീവ്രവാദികളാണെങ്കിൽ എങ്ങനെ വരുന്നവരാണ്? ഇത് ഈ ദ റെസിസ്റ്റൻസ് ഫോഴ്സ് എന്ന് പറയുന്ന കശ്മീരിനുള്ളിൽ നിന്ന് തന്നെ ലഷ്കർ ഇ തൊയ്ബ രൂപീകരിച്ചിട്ടുള്ള ലോക്കൽസ് ആയിട്ടുള്ള ആളുകൾ കൂടുതലുള്ള ഒരു സംവിധാനമാണ്. ഈ നിങ്ങൾ ഈ പഹൽഗാം എന്ന് പറയുന്ന പ്രദേശം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പോയെന്നാണല്ലോ പറഞ്ഞത്. ഇതിന് ചുറ്റും വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ്, ഇതിന് ചുറ്റും കൊടും കാടാണ്. ആ കാട് കടന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ ചെല്ലുന്ന ഈ പീർപ്പഞ്ചൽ റേഞ്ച് എന്ന് പറയുന്ന ഈ കുന്നുകൾക്ക് ഇടയിലേക്കാണ്. അതായത് ഇവിടെ ഒരു 5 ആൾക്കാർക്ക് ഈ കാട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് പെട്ടെന്ന് തുരുതുര വെടിവെക്കാനും ഈ കാട്ടിനുള്ളിലേക്ക് തന്നെ കയറി പോകാനും ഈ മലകൾക്കിടയിൽ മറയാനും നിഷ്പ്രയാസം സാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ആ പ്രദേശം നന്നായി അറിയുന്ന ലോക്കലുകളെ സംബന്ധിച്ചിടത്തോളം ആ കാര്യത്തിൽ വളരെ എളുപ്പമുണ്ട്. എന്നാൽ കശ്മീരിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇങ്ങനെ സംഭവിക്കാമെന്ന് വിചാരിച്ച് ഓരോ സ്ഥലത്തും കശ്മീരിൽ പോകുന്ന ഓരോ ആളുടെ കൂടെയും ഓരോ സൈനികനെ വിന്യസിക്കുക എന്ന് പറയുന്നത്
പക്ഷേ പ്രധാനപ്പെട്ട പോയിന്റുകളിൽ അതിന് സാധ്യതയുണ്ട്. അതങ്ങനെ ചെയ്യുകയും വേണം എന്നുള്ളത് തന്നെയാണ് എനിക്ക് ഇപ്പോഴും പറയാനുള്ളത്. താങ്കൾ പറയുന്നത് കൺവിൻസിംഗ് അല്ല. ഈ വൈസ്ഡൻ വാലി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ആളുകൾ ഒഴുകിയെത്തുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഒരു തരത്തിലുള്ള സുരക്ഷയും കാണാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് അവിടെ ആ ടൂറിസ്റ്റുകൾ അവർ സോഫ്റ്റ് ടാർഗറ്റ്സ് ആവുകയായിരുന്നു അവര്. കാശ്മീരിലെ ഏത് സ്ഥലമാണ് ഒന്നത് കാശ്മീരിലല്ല, ഇത് ജമ്മുവിലാണ്, അനന്തനാഗ് ശ്രീനഗറിനോട് ചേർന്നിട്ടാണ്. പോട്ടെ, ഇത് ഏത് സ്ഥലമാണ് ഈ പറയുന്ന വിനോദസഞ്ചാരികൾ ഒഴുകിയെത്താത്ത സ്ഥലം? നിങ്ങൾ ഏത് സ്ഥലവും വേണമെങ്കിൽ പറഞ്ഞോളൂ. ഈ പറയുന്ന കേരളത്തിൽ നിന്ന് ജമ്മു ആൻഡ് കാശ്മീർ ട്രിപ്പ് പോകുന്ന ആൾക്കാർ പോകുന്ന 21-30 സ്പോട്ടുകളുണ്ട്. പ്രധാനമായിട്ട് ചെയ്യുന്ന ലേക്കിൽ ബോട്ടിംഗ് ഉണ്ട്, അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള വൈൽഡ് ലൈഫ് സാങ്ച്വറികളുണ്ട്, ഇതേപോലെ തന്നെ വാലീസ് ഉണ്ട്, മെഡോസ് ഉണ്ട്, പൈൻ ഫോറസ്റ്റുകളുണ്ട്. ഇങ്ങനെ ദുർഘടമായിട്ടുള്ള ടോപ്പോഗ്രഫിയിലുള്ള 25-30 വിനോദസഞ്ചാര കേന്ദ്രങ്ങളുള്ള കാശ്മീരിൽ എവിടേക്കാണ് നമ്മൾ ഇത്തരത്തിൽ സൈനിക വിന്യാസം ടൂറിസ്റ്റുകളെ തുറന്നു കൊടുത്തത് ഞങ്ങൾ അറിഞ്ഞില്ല എന്നൊക്കെ പറയുന്നത് അത് തീർത്തും ഒരു കയ്യൊഴിയലാണ്. അതല്ലെങ്കിൽ ബാലിശമാണെന്ന് പറയേണ്ടി വരും. ഇവിടുത്തെ തമിഴ്നാട്ടിലെയും കേരളത്തിലെയും ഒക്കെ ടൂർ ഓപ്പറേറ്റർമാർക്ക് അറിയാവുന്ന കാര്യമാണത്. അല്ല, ഇതാണ് അവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ ടൂർ ഓപ്പറേറ്റർമാർ ഇവിടെ നിന്ന് ആളുകളെ നിർലോഭമായി കൊണ്ടുപോവുകയും ഈ കൊണ്ടുപോകുന്ന ആളുകളെ മുഴുവൻ ഈ പ്രാദേശിക ഭരണകൂടങ്ങൾ അതാത് സ്ഥലങ്ങളിൽ പാസ് അനുവദിക്കുകയും പോലീസ് ക്ലിയറൻസ് ഉണ്ടായിരുന്നില്ല എന്ന് ജമ്മു ആൻഡ് കാശ്മീർ അതോറിറ്റി തന്നെ സമ്മതിച്ചല്ലോ. ഈ പറയുന്ന സ്ഥലത്ത് വിനോദസഞ്ചാരികൾക്ക് പോകാൻ വേണ്ടി പോലീസ് ക്ലിയറൻസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ പോലീസിൻ്റെയോ സേനാ വിഭാഗങ്ങളുടെ അനുമതി ഇല്ലാതെ പ്രാദേശിക ടൂറിസ്റ്റ് സംവിധാനങ്ങൾ ഈ പറയുന്ന ആളുകളെ മുഴുവൻ അനുവദിക്കുകയും ചെയ്യുന്നതിലുള്ള സുരക്ഷാ പ്രശ്നമാണിത്. ഇത് മറ്റൊരു സ്ഥലത്താണെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ല. ഇതിപ്പോൾ കാശ്മീർ എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ ഒരു സ്വഭാവവും ചരിത്രമൊക്കെ പരിഗണിക്കുമ്പോൾ അത്തരം ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവങ്ങൾ നടക്കാൻ സാധ്യതയുള്ളൊരു സ്ഥലമാണ്. വളരെയധികം നന്ദി ശ്രീ ശങ്കുറ്റി ദാസ്. ഏതായാലും ഈ ചർച്ചയ്ക്ക് എത്തിയതിന്